നിങ്ങൾ ഉപയോഗിക്കുന്ന ഡീസൽ വണ്ടിയാണോ? അല്ല, പെട്രോൾ വണ്ടിയാണ്. പെട്രോളിന് വില കൂടിയതിൽ ഏത് രീതിയിൽ പ്രതികരിക്കുന്നു? ഞാൻ വരുന്നത് ഇനിയൊരു 5 രൂപ കൂട്ടണം. നമുക്ക് നഷ്ടം സാറല്ല, ലോകം ഒഴിയണം, ഇന്ത്യ ഒഴിയണം. ഇന്ത്യയെല്ലാം നാശമായിട്ട് പോയി കൊറോണ വന്നിട്ട്. അതിന് നേരാക്കണമെങ്കിൽ ഡീസൽ പെട്രോളിന് 5 രൂപ ഇനി കയറണം, ഇനിയും കൂടണമെന്നാണ് പറയുന്നത്. കൂടണം. അപ്പോൾ ഈ ഡീസലിന് വില കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ പച്ചക്കറിക്കൊക്കെ വലിയ രീതിയിലുള്ള വില വരില്ലേ? വിപണന രംഗത്തൊക്കെ മാർക്കറ്റിൽ നമ്മൾ വീട്ടിലേക്ക് ഒരു സാധനം വാങ്ങുന്നുണ്ടെങ്കിൽ അതിന് വലിയ റേറ്റ് വരില്ലേ? അത് കുറച്ച് 2 കുറി വയ്ക്കുന്നത് ഒരിക്കൽ വയ്ക്കാൻ മതി, എന്താണെന്നില്ല. നമ്മൾ ഇന്ത്യ ഒഴിയണമെങ്കിൽ കുറച്ച് കൂട്ടാണ് പെട്രോൾ. അല്ല, അത് ശരിയല്ല. ജനങ്ങളെ അറുത്തുകൊണ്ട് ഡീസലിന് വില കൂട്ടിയതിൽ കൊറോണയ്ക്ക് എന്ത് മാറ്റം സംഭവിക്കും? ജനങ്ങൾക്ക് അറുക്കുന്നല്ല, ഇപ്പൊ കൊറോണ നമ്മളെല്ലാം അറുത്തിട്ടായി. പിന്നെ നമ്മൾ ഒരു 5 രൂപ വാങ്ങിക്കുന്ന പ്രശ്നം. അപ്പൊ നിങ്ങൾ പറയുന്നത് 5 രൂപയും പെട്രോളിന് 5 രൂപയും ഡീസലിന് ഇനിയും കൂട്ടിക്കൊണ്ടാണ്. താങ്കൾ ഒരു മോദി ഭക്തനാണോ? അതെ, ഞാൻ മോദി ഭക്തൻ, മോദിയുടെ ആളാണ്. അതെ. അപ്പൊ ഈ ഡീസലിനും പെട്രോളിനൊക്കെ വില കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ട് വരില്ലേ? എന്താവില്ല, 3 കുറി വയ്ക്കുന്നത് ഒരിക്കൽ വയ്ച്ചാൽ മതി. അങ്ങനെ പട്ടിണി കിടന്നാലും മോശമില്ല. മോദിയും അമിത്ഷായുടെയും ഒക്കെ ഈ രാജ്യം വളരട്ടെ. അല്ല, പട്ടിണിയല്ല. പിന്നെ വേറെ ഒന്ന് പറയട്ടെ, പറഞ്ഞു. ഈ കൊറോണക്ക് എനിക്ക് 75 വയസ്സായി. ഞാൻ ഒരു ഋഷി കൊടുത്ത മരുന്ന് എൻ്റെ കയ്യിലുണ്ട്. ഇതിന് 24 മണിക്കൂറിൽ നോർമലാക്കാം. എനിക്കൊരു ചാൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ഞാൻ ചെയ്യാം, ഉറപ്പായി. എന്ത് ചെയ്യാന്ന്? എൻ്റെ ഒരു മരുന്നുണ്ട്, കൊറോണക്കെതിരെ നിങ്ങളുടെ എൻ്റെ ഉണ്ട്. മരുന്ന് 10 ചാനൽ എനിക്ക് കൊടുത്തെന്ന് ഞാൻ പറയാം. ഈ 75 വയസ്സുള്ള നിങ്ങൾക്ക് ഈ സമയത്ത് പുറത്തിറങ്ങാൻ പാടില്ല എന്നറിയില്ലേ? അത് ശരി, പക്ഷേ ഇത് അല്ല, നിങ്ങൾ ഈ സമയത്ത് പുറത്തിറങ്ങാൻ പാടില്ല എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ നിങ്ങളിപ്പോ ചെയ്യുന്നത് രാജ്യത്തിന്റെ ഇത്രയും വലിയൊരു പ്രശ്നത്തെ ന്യായീകരിക്കുന്നു. ഒന്ന്, പെട്രോൾ ഡീസൽ വില വർധനവ് ശരിയാണെന്ന് പറയുന്നു. ഇതൊക്കെ അന്ധമായിട്ട് മോദിയെ വിശ്വസിക്കുന്നതിലുള്ള പ്രശ്നമാണെന്ന് ഞാൻ പറയും. മാത്രമല്ല, ഇത് ലോകത്തിന് ഇപ്പൊ നമ്മ ഇന്ത്യ, അതായത് നിങ്ങളെ ഇപ്പൊ പ്രായപരമായിട്ട് എൻ്റെ ഒരു പിതാവിന്റെ സ്ഥാനത്ത് നിന്ന് പറയാം, എൻ്റെ ഒരു ഉപ്പ അല്ലെങ്കിൽ എൻ്റെ ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് പറയാം. നിങ്ങളെപ്പോലെയുള്ള ആളുകളുടെ ചിന്താഗതികൾ മാറണം. പെട്രോളിനും ഡീസലിനും വില ഇനിയും കൂട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട് തന്നെ നശിച്ചു പോകും. ഉണ്ടാവില്ല, നാട് നശിക്കില്ല. ഇപ്പം നമ്മ ജീവിക്കണമെങ്കിൽ ഇല്ലെങ്കിൽ കൊറോണ ഒരു ടെസ്റ്റിക്ക് 3,500 ഇല്ല. ആര് കൊടുക്കൂ? നിങ്ങളെ ഗീസെന്ന് പോവാ, എൻ്റെ ഗീസെന്ന്. അതിനല്ലേ ഗവൺമെന്റിന്റെ കയ്യിൽ അതിനുള്ള പൈസ വേണ്ടേ? അതന്നെ ഇങ്ങനെ കൂട്ടിയിട്ട് എടുക്കാം. ഇപ്പൊ നിലവിലെല്ലായിടത്തും സൗജന്യമല്ലേ? ശരി, എന്ത് സൗജന്യം? നിങ്ങൾക്കിപ്പോ സർക്കാരിൽ പോയിട്ട് ഒരു കൊറോണ ടെസ്റ്റ് നടത്തുന്നതിന് സർക്കാർ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുന്നില്ലല്ലോ. ഇല്ല. പിന്നെന്തിനാണ് ഇതിന് വില കൂട്ടുന്നത്? ആടെ പെട്ടിന്ന് പറയും. അവിടെ പെട്ടി കാലിയാന്നുണ്ട്. എന്താവില്ല, നമ്മൾ നല്ല ആത്മാർത്ഥത ഉണ്ടെങ്കിൽ എന്താവില്ല. അപ്പോ ആദ്യമായിട്ട് ഞാൻ ഒരാളെ പരിചയപ്പെടുത്തുകയാണ്. പെട്രോളിനും ഡീസലിനും വില കൂടിക്കോട്ടെ, അതിലെനിക്കൊരു പ്രശ്നവുമില്ല. അത് ഈ നാടിന്റെ നന്മയ്ക്കാണ്, കൊറോണ ഈ രാജ്യത്തിന് പോകാൻ വേണ്ടിയിട്ടാണ് എന്നാണ് മോദി ഭക്തനായിട്ടുള്ള ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ നമ്മളോട് പറയുന്നുള്ളത്. എന്തായാലും അദ്ദേഹം 75 വയസ്സുകാരനാണ്. ചിലപ്പോൾ അദ്ദേഹത്തിന് കഷ്ടപ്പാടുകൾ ഉണ്ടാകാം. ആ കഷ്ടപ്പാടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കാം ഓട്ടോ ഓടിച്ചിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള ആ മനുഷ്യനാണ് പറയുന്നത് പെട്രോളിനും ഡീസലിനും വില വർധനവ് നടക്കട്ടെ എന്ന്. എന്തായാലും നന്ദി, ഒരുപാട് നന്ദിയുണ്ട്.